വാണീരമാ गिरिसुतेति च रूपभेदै क्षोणीजुषा गिरिमङ्गलमादधासि नाणीयसिं तव विभूतिमहो विवेक्तुम् वेणीभवत्यकृत कोऽपि वच प्रपञ्च രവി എന്നാ പിടിച്ചോ. ചുമ്മാ വലിക്കടോ. കത്തിക്ക്. കാലത്തേനൊന്ന് വലിച്ചിട്ടില്ല മൂട് വരില്ല. അതിരിക്കട്ടെ, നാടകം കഴിഞ്ഞാൽ കാശ് തീർത്തു തരുമോ അതോ കൈമലത്തൂ? നേരത്തെ എനിക്ക് മൂട് ശരിയല്ല. അതിനിടെ നീ അവസരം എഴുന്നള്ളിക്കാതെ. കാശ് തന്നില്ലെങ്കിൽ വെറുതെ വിടൂ. ഇപ്പൊ നടക്കാൻ പോകുന്നത് VIP ഷോ. അയാൾ നല്ലപോലെ സമ്പാദിക്കുന്നു, നമ്മൾ കഷ്ടപ്പെടുന്നു, അയാൾ പേരെടുക്കുന്നു. ഇനി അത് പറ്റില്ല. നീ രാജാപ്പാറ്റം കെട്ടി പഞ്ചാര അടിച്ച് നടക്കുന്നു. അത് ശരി, ഡയലോഗ് എല്ലാം കാണാതെ പഠിച്ചോ? ഉള്ളത് 3 ഡയലോഗ്. അതെന്ത് കാണാപ്പാടം പഠിക്കാനാ? എന്താണ് അങ്ങനെ പറഞ്ഞേ? പിന്നെന്ത് പറയാനാ? എനിക്ക് ക്യാരക്ടർ പിടിച്ചിട്ടേ ഇല്ല. ഈ നാടകത്തിൽ എനിക്കുള്ളത് 3 സീൻ, അതും ഡ്യൂപ്പ് ഈ മൂങ്ങയുടെ മുഖം വെച്ചുകൊണ്ട്. നോക്ക്, ഇതിനല്ല ഇങ്ങനെ അപ്സെറ്റ് ആയാലും എങ്ങനെയാ? പിന്നെ ഇന്ന് ബർത്ത്ഡേ കൊണ്ടാടാൻ നൈറ്റ് ഡിന്നറിന് വരാമെന്ന് പ്രതാപനോട് ഞാൻ പ്രോമിസ് ചെയ്തിരുന്നില്ലേ? അതെ. ഇങ്ങനെ പെട്ടെന്ന് ഡയറക്ടർ ഷോ ഫിക്സ് ചെയ്ത് റിഹേഴ്സലിന് വരാൻ ഇന്ന് ഉച്ചയ്ക്ക് ഫോൺ ചെയ്ത് പറഞ്ഞാൽ അപ്സെറ്റ് ആകാതെ ഞാൻ എന്ത് ചെയ്യും? ഇതിന് നീ ഇത്ര സീരിയസ് ആയാലോ? ഞാൻ എന്റെ മോളെ പ്രതാപ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. ഇപ്പൊ ഞാൻ പോയി കാണേണ്ടതാ. എനിക്ക് കഴിഞ്ഞിട്ടില്ല. എന്നിട്ടെന്താ ഞാൻ അപ്സെറ്റ് ആയോ? നിനക്ക് നിന്റെ മകളെക്കാൾ നാടകമാ മുഖ്യം. അല്ലെന്തോ പണമാണ് എനിക്കിപ്പോ മുഖ്യം. എന്തെന്നാൽ എന്റെ മകൾക്ക് അച്ഛനും അമ്മയും എല്ലാം ഞാൻ മാത്രം. ഈ നാടകത്തിന് കിട്ടുന്ന പണം കൊണ്ട് വേണം അവൾക്ക് ഡിസ്ചാർജ് വാങ്ങാൻ. ഓ, അതല്ല ഇപ്പൊ എന്തിന്? പ്രതാപിന് ഫോൺ ചെയ്ത് നിനക്ക് വരാൻ പറ്റില്ലെന്ന് പറയും. ഓക്കെ? അയ്യോ, ആ ഫോൺ എപ്പോഴും എൻഗേജ് ആയിരിക്കും. വേണമെങ്കിൽ ഞാൻ പോയി പറയാം. ഓഹോ, എങ്കിലൊരു വേല ചെയ്യ്. നീ നാടകത്തിൽ സെക്കൻഡ് ഹാഫ് ബിഗിനിങ്ങിൽ നിന്ന് 7 സീനിലില്ല. പതുക്കെ നീ ഇവിടുന്ന് പോയിക്കോ. ബാക്കി ഞാൻ നോക്കിക്കോളാം. എന്തോ ഇതെങ്ങനെയുണ്ട്? വളരെ നന്നായിരിക്കുന്നു. നിന്റെ മോൾക്കാ? അല്ല, നാളെ പിങ്കിയുടെ ബർത്ത്ഡേ അല്ലേ? യു ആർ റൈറ്റ്. ലവ്ലി. ആരാത്? ഞാനാണ് പൈങ്കിളി പപ്പനാവൻ, നാടകകൃത്ത്. ഓ, പനങ്കിളി. അയ്യോ, പനങ്കിളി അല്ല, പൈങ്കിളി പപ്പനാവൻ. ഞാൻ പൈങ്കിളി പപ്പനാവൻ എന്ന പേര് മാറ്റിയത് എന്നെ രാശി മാറുമോ എന്ന് പരീക്ഷിക്കാനാ. നീ എന്റെ പേര് തന്നെ തലകീഴാക്കുകയാണല്ലേ. എന്റെ തലവീഴ് നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ശരി സാർ, പനങ്കിളി സാറെ തെറ്റ് തിരുത്തുന്നു. അങ്ങ് ഇവിടെ കേഴുന്നല്ലേ, കാര്യം എന്തെന്ന് അറിയിക്കാമോ? വെച്ചല്ലേ ഡയലോഗ്? ഡയലോഗ് എന്ന അത്രയില്ല, സംഭാഷണമാ. നിങ്ങളുടെ ഡയലോഗ് പറഞ്ഞു എന്ന് പ്രാക്ടീസ് ചെയ്യിക്കാന്ന് വെച്ച് വന്നതാ. പ്രാക്ടീസിന് വേറെ ആരെങ്കിലും വിളിച്ചോ? എന്റെ വായിൽ എന്ത് വരുന്നോ അതേ ഞാൻ പറയൂ. വെരി ഗുഡ്. എന്റെ വായിൽ എന്ത് വന്നാലും അത് അലുവ മാതിരി ഇരിക്കും. അങ്ങനെയോ? എങ്കിൽ പോയി ഒരു സ്ട്രോങ് കോഫി കൊണ്ടുവരൂ. സ്ട്രോങ് കോഫിയാ? ശരി, നമ്മുടെ പഴയ തൊഴിൽ ഇവള് പറഞ്ഞിരിക്കുന്നു. ഇങ്ങനൊരു നോറി.
യുപിയിലെ ഒരു സെക്സ് ബാമ്പ് അലവല ഡയറക്ടറുടെ സ്റ്റെപ്പിനെല്ലാം ജോലി ചെയ്യണമെന്ന്. ഞാൻ റൈറ്റർ ആയില്ലെങ്കിലും കാപ്പി സപ്ലൈ ചെയ്യുന്ന വെയിറ്റർ ആകുന്നു ഉറപ്പാ. ഏയ് ഭാസ്കര, എനിക്ക് നിന്നെ കാണണം തോന്നുന്നു. ആ ഞാനെന്നെ കെട്ടിപ്പിടിച്ചൊരു മുത്തം തരട്ടെ? എനിക്ക് തരാന്നോ? തരുന്നേ, തരാൻ. ഇന്നലെ അത്രയും ഞാൻ സ്വപ്നത്തിൽ വന്നിരുന്നോ? നേരോ? നീ എന്ത് ചെയ്തു? പിന്നെ ഭാസ്കർ, നാളെ ലവേഴ്സ് പാർക്കിൽ 6 മണിക്ക് മീറ്റ് ചെയ്യാമോ? ഏത് കളർ പാന്റാ ഇട്ടിട്ട് വരുന്നത്? അവൻ ഏത് കളർ ജെട്ടിയാന്ന് ഇട്ടിരിക്കുന്നതെന്ന് ചോദിക്കാത്ത എന്തിന്? എങ്കിലും എന്റെ കൊച്ചെ, ലവ് ചെയ്യാ ഒരു കാലവും നേരവും ഒക്കെ വേണ്ട ബോഡി സംസാരിക്കുന്നതിനും. കഷ്ടം കഷ്ടം. അയ്യയ്യേ. ആട്ടെ, നാളെ 6 മണിക്ക് ലവേഴ്സ് പാർക്കിൽ ഇരുട്ടായിരിക്കില്ലേ? ആ ഇരുട്ടിന് എന്ത് കാണാനാ? ജെട്ടി കാണുമോ പാന്റ് കാണുമോ? നാളെ ഞാനും 6 മണിക്ക് അവിടെ വരുന്നുണ്ട്. അവിടെ വരുന്നൊക്കെ പിന്നെ ആദ്യമായ റൂം ഒന്ന് ക്ലീൻ ചെയ്യേ. ആകെ ഡസ്റ്റ്, അകത്ത് കാല് കുത്താൻ വയ്യ. റൂം ക്ലീൻ ചെയ്യാന് എന്ത് വിചാരിച്ചിരിക്കാ നിങ്ങൾ രണ്ടുപേരും? ഞാൻ ഈ നാടകത്തിന്റെ രചയിതാവ്. നിന്റെ റൂം എന്തിനാ ക്ലീൻ ചെയ്യുന്നത്? നീ സ്റ്റേജ് വിട്ടാ ഫോണ് വിട്ടാ സ്റ്റേജ്. നിന്റെ മറ്റവ ഏതായാലും റൂമിൽ വരാൻ പോകുന്നില്ല. മീറ്റിംഗ് എല്ലാം അങ്ങ് ബാക്കി വെച്ചേരെ. വരുന്നുണ്ട് കണാരൻ. നിന്നെ ഞാൻ പിന്നെ പൊക്കിക്കോളാം. അയ്യോ, ഹലോ ഹലോ. വാതുറന്ന് 4 ഡയലോഗ് പറയാൻ അറിയില്ല. വായടയ്ക്കാൻ വലിച്ചു കൊള്ളാൻ അറിയാല്ലേ? നിങ്ങളോട് ചേർത്ത് വലിക്കാൻ ആര് പറഞ്ഞു? പോകത്ത് വാച്ച്മാൻ, അകത്തേക്ക് വരൂ. എന്നെ എന്തിനാണ് ഇയാള് വിളിക്കുന്നത്? ഇപ്പൊ ഞാൻ അകത്തേക്ക് പോണോ അതോ വെളിയിലിരിക്കണോ? ഞാൻ രണ്ടിനും റെഡി. ശരി, അകത്തേക്ക് പോയി കളയാം. മുനിയപ്പാ, വാതില് പൂട്ടി താക്കോലെന്റെ കൈ തന്നേക്ക്. ശരി. ഇന്ന് റിഹേഴ്സൽ ക്യാമ്പിൽ നിന്ന് ആരും പുറത്തേക്ക് പോകാനോ പുറത്ത് നിന്ന് അകത്തേക്ക് വരാനോ പാടില്ല. താക്കോലേക്ക് എന്നേക്ക്. ഒരു നിമിഷം സാർ, ഇതൊരു പുതിയ മോഡൽ കീയാണ്. എന്നെ പോലെ പഴയ മോഡലല്ല. വച്ചോളൂ. നീ എങ്ങനെ വെളിയിൽ പോവും? പുറയിൽ കഥ ഉണ്ടല്ലോ, അതുവഴി പൊയ്ക്കോളാം. ശരി, നീ ആ കഥവും പൂട്ടി ചാവി തന്നിട്ട് വേണമെങ്കിൽ വീട്ടിൽ പൊയ്ക്കോ. ഇന്ന് റിഹേഴ്സൽ തീരാൻ വളരെ ലേറ്റ് ആവും. നാളെ കാലത്തെ വന്നാ മതി. ഇതിന് 2 ഗ്ലാസ് ഹോർലിക്സ് കൊടുത്തേക്ക്. പൂച്ചയ്ക്ക് ഹോർലിക്സ്, മനുഷ്യന് ത്രിബിളക്സ്. ചിത്ര, ഹവായോ? ഇതാ മെയിൻ ഡോർ കീ. നീ കാച്ചോ. ഏയ്, കേട്ടോളൂ എല്ലാവരും. ഇന്ന് റിഹേഴ്സൽ തീരും വരെ ആരും വെളിയിൽ പോകാൻ പാടില്ല. എന്താ പൈകിളി, കേൾക്കുന്നുണ്ടോ? വെളിയിൽ പോകാൻ പാടില്ലെന്ന്. ഓക്കെ ഡോർലിംഗ്, കം ഓൺ. എടോ മൂങ്ങാ ഗണേശ, എന്താണ് അവിടെ ഉറപ്പിച്ചിരിക്കുന്നത്? ഇതാ ഡയലോഗ്, പഠിച്ചോ. എടോ എഴുതുകാരാ, സ്ക്രിപ്റ്റ് ഇതാ. സിഗരറ്റ് എവിടെ? സിഗരറ്റ് റൂമിലുണ്ട്, കൊണ്ടുവന്നില്ല. എന്തേ കൊണ്ടുവന്നില്ല? എത്ര പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു സിഗരറ്റ് കയ്യിൽ വെച്ചേക്കണമെന്ന്? അല്ല, ഈ എഴുത്തുകാരന്റെ കയ്യിൽ സ്ക്രിപ്റ്റാണ് ഇരിക്കേണ്ടതെന്ന് കരുതി സിഗരറ്റ് ഞാൻ റൂമിൽ കൊണ്ടുവച്ചു. എന്റെ മുന്നിൽ എതിര് പറയാൻ ഞാൻ പറയുന്നത് അകത്ത് പോയി സിഗരറ്റ് എടുത്തോണ്ടാ. എഴുത്തുകാരനൊരു മാന്യത. എന്താണ് പ്രയോഗിക്കുന്നത്? ഒന്നുമില്ല, പിന്നെ ഡയറക്ടറുടെ ഗണഗാംഭീര്യം നിങ്ങൾക്കുണ്ടെന്ന് പറയുമായിരുന്നു. അല്ല, ഇത് വെച്ച അല്ലെങ്കിൽ അതുവരെ ഇതൊന്നും ചവച്ചോ. സിഗരറ്റ് എടുത്തോണ്ടാ പറഞ്ഞത്. രാജാവ് ഉറങ്ങുന്നു, റാണി ഉറങ്ങുന്നു, പൂച്ച പാല് കുടിക്കുന്നു. എടി കവിതേ, കണ്ടോ ഈ പൂച്ചയുടെ ഒരു ലക്ക്? ഹോർലിക്സ് കുടിക്കുന്നു. പുറമേ ഈ ഡയറക്ടർക്ക് ചിത്ര പ്രേമ പ്രസന്റേഷൻ കൊടുക്കുന്നു. ഇപ്പൊ ഇവിടെ പൂച്ച ഹോർലിക്സ് കഴിക്കുന്നു. രാത്രി വീട്ടിൽ ഇതിന് അയാൾ വിസ്കി കൊടുത്തേക്കുമായിരിക്കും. അപ്പൊ കാണാൻ പൂച്ച ഫിറ്റാകുന്നത്. ഏത് ജന്മത്തിലെ ശത്രുവാണോ നീ? ഇന്നൊന്നും എന്നെ പിടികൂടിയിരിക്കുന്നു. ഹലോ ചിത്ര, എങ്ങനെയുണ്ട് എന്റെ വേഷം? നന്നായിട്ടുണ്ട്. രാജാവിനെ പോലെയില്ലേ ഞാൻ?
സഹിക്കില്ല. ആദ്യം സോങ്, സീൻ നമ്പർ 1, പിന്നെ ക്ലൈമാക്സ്. എടോ പൈങ്കിളി, തനിക്ക് ഡോക്ടറേറ്റ് വേണ്ട. റെഡി? ആർ യു ഓൾറെഡി നൗ? ഓക്കേ. യെസ് സർ. ആ ചിത്ര സ്റ്റെപ്സ് എല്ലാം ചിത്ര സ്റ്റെപ്സ് എല്ലാം ഓർമ്മയുണ്ടല്ലോ? മൂവ്മെന്റ്സ് എല്ലാം ഇങ്ങോട്ട് മാറി നിൽക്കടോ. ആ മൂവ്മെന്റ്സ് എല്ലാം കമോൺ ടേക്ക് എ പൊസിഷൻ. ഇവിടെ വാടോ. ഇതെന്റെ സീന സർ. തന്റെ സീൻ ഇനി 3 സീൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇങ്ങോട്ട് മാറി നിൽക്കാൻ. ആ സിഗരറ്റ് കത്തിക്കേ. പോസ് കണ്ടില്ലേ? അല്ല താനിവിടെ എന്താ ചെയ്യുക? സൗണ്ട് ഇട്. എഴുത്തുകാരനെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഈ കണക്കിന് ഇയാളുടെ കൊച്ചിനെ കൂടെ കുളിപ്പിക്കേണ്ടി വരും. റണ്ണിങ്. എവിടെയോ റണ്ണിങ്? ക്യൂ നോക്കാനുള്ള ബുദ്ധി പോലും ഇല്ലേ? Just after midnight, when the moon is drowned by clouds, in the shadows far from the street lights. വീണാലും വിഷമിക്കേണ്ട ചിത്രേ. നാടകം എന്നാൽ ഇങ്ങനെയൊക്കെയാ. ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ വരാം. ഡോണ്ട് വറി. സ്റ്റെപ്പ് മാത്രം കറക്റ്റ് ആയിട്ട് ഇരുന്നാ മതി. ഓക്കെ? 1 2 3 4. ഓക്കെ? 1 2 3 4. സൗണ്ട് റിവൈൻഡ് ചെയ്യണോ? ഇത്ര ബുദ്ധിയില്ലേ? റൈറ്റർ ആണെന്ന് പറയുന്നു. ആ when the moon is drowned by clouds, in the shadows far from the street lights, stalks the deadly midnight owl. He'll get you, won't forget you. Hey, you better beware. He'll get you, won't forget you. His watching eyes are there somewhere. നോക്കി നോക്കി രോമാഞ്ചമാരുതൂതി കൺകൊണ്ടിനാൽ നീ കൊന്നിടതേ നിന്മാറിൽ ഞാൻ മലർ മഞ്ചരി കൊണ്ടാടിടാമേ മരകിളി ഇന്ന് ഞാനും നീയും ഒന്നായി ചേരുമല്ലോ ഇന്ന് നമ്മൾ തമ്മിൽ പുൽകി സായുജ തേരിലേറും Don't forget you may be the rat. He's watching, he's waiting, he's after his Don't relax, you can't do that. Cause he's up! One's up! You can run, you can hide, there's no time to decide. But the fact deep inside, that is there somewhere! You hear a voice, it's calling your name out. You look around, there's nobody there. It chills your bones and freezes your damn guts as you feel that devil is there. He'll get you, won't forget you. Hey, you better beware. He'll get you, won't forget you. His watching eyes are there somewhere. ಕಾಮದೇವನಿ ಕಣ್ಣಾಲೆ ಕಂಡದಾರೆ ಈ ರಾತ್ರಿ ಭೂಮಿಯ ಸ್ವರ್ಗಮಕ್ಕು ಈ ಹರ್ಷವೇದಿಯಲ್ಲಿ ಉರ್ವಶಿ ಈ ನೃತ್ಯಶಾಲಾ ದೇನಲ ಪುಷ್ಪಬಾಣಂ ಕೈದು
ഫാന്റാസ്റ്റിക് ചിത്രേ, ബ്യൂട്ടിഫുൾ, വെരി ഗുഡ്. ഇപ്പൊ ഇങ്ങനെ പതുക്കെ വന്ന് ഈ സോഫയിൽ ഇരിക്ക്. ആ അങ്ങനെ. ഇപ്പൊ കാല് പോക്ക്. എന്താ പറഞ്ഞേ? ഇത് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ. അവിടെ അവിടെ അവിടെ. ആ പതുക്കെ ഇനി തലയിലേക്ക് ചായ്ക്ക്. എന്നിട്ടൊരു ദീർഘനിശ്വാസം വിട്. ഹായ്. ആഹാ, വെരി ഗുഡ്. അങ്ങനെ കിടന്നോ, അങ്ങനെ കിടന്നോ. കിടക്കുന്ന മാത്രം അവള് ഗംഭീരമായിട്ട് അഭിനയിക്കും. അല്ല പെണ്ണേ, നോക്കിക്കോ, ഒരാള് നാളെ പാർക്കിൽ വരില്ലേ? നോക്കിക്കോ. എന്താണോ അവിടെ? ഇല്ല, കിടക്കുന്ന ആംഗിൾ ശരിയാണോന്ന് നോക്കുമായിരുന്നു. നിങ്ങൾ ചെയ്തത് നോക്കുന്നു. അത് ഞാൻ നോക്കിക്കൊള്ളാം. ഡയറക്ടർ ഞാനോ നോക്കൂ ചിത്രേ. ഈ റൈറ്റ് ലെഗ് ലെഫ്റ്റ് ആംഗിളിൽ വരട്ടെ, ലെഫ്റ്റ് ലെഗ് കറക്റ്റ് റൈറ്റ് ആംഗിളിൽ വെക്കണം. അത് മാത്രം. ഇനി നിന്റെ കൈ ഉണ്ടല്ലോ, അത് നീ അങ്ങോട്ടൊന്നും ശ്രദ്ധിക്കണം. നിന്റെ ഡയലോഗ് മാത്രം പഠിച്ചാൽ മതി. പിന്നെ ഈ മുഖം ഇത് ഇങ്ങനെ വെക്കുമ്പോളെ പ്രേമപൂർവ്വം ഒരു പ്രാവശ്യം ഇങ്ങനെ നോക്കും. എടോ, താൻ എന്താണോ മരപ്പാവോടെ നിൽക്കുന്നത്? ഞാൻ ചെയ്ത് കാണിക്കുന്നത് ശരിയായിട്ട് ചെയ്യണം. ദേവി നഗരസഞ്ചാരത്തിന് പോയി. എടോ, ഞാൻ തനിക്ക് വേണ്ടിയായി ചെയ്ത് കാണിക്കുന്നത്. ഞാൻ ചെയ്യുന്നത് നോക്ക്, വേഷത്തിലല്ലോ ശ്രദ്ധിക്കേണ്ടത്. ഞാൻ ഒന്നുകൂടെ കാണിക്കാം. ആ ദേവി. ഇടോ മണ്ട് ഗണേശ, നോക്ക്, അങ്ങനെ ചെയ്യുവാണ് ചെയ്യും. വേറെ ഒന്നും കൈ നിടണ്ടാന്ന്. ഇല്ലല്ല, ഞാൻ പോയിക്കൊള്ളാം. വായി നോക്കി നിൽക്കുക. ശരിക്ക് ഡയലോഗ് ആണെങ്കിൽ പറയത്തില്ല. ഞാൻ എഴുതി വെച്ചൊന്നുമല്ല അങ്ങനെ പറയുന്നത്. നീ ഒന്നും കണ്ട് പഠിക്കണ്ട കേട്ടാ. ദേവി, ദേവി, എന്റെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് പറയൂ. ദേവി, കോപ്പ്. നഗരസഞ്ചാരത്തിന് പോയി വരട്ടെ എന്റെ പ്രേമ സഖി. എന്നെ ഏകയായി ഇവിടെ വിട്ടിട്ട് അങ്ങ് മാത്രം പോകാനോ പ്രഭു? അത് മാത്രം സാധ്യമല്ല എന്റെ പ്രേമ തരംഗിണിയെ. നിന്നെയും കൂടി എന്റെ ഹൃദയത്തിൽ വെച്ചുകൊണ്ടല്ലേ ഞാൻ പോകുന്നത്. നീ ഇവിടെ ഇരിക്കൂ. ചന്ദ്രാസ്തമയത്തിന് മുമ്പ് ഞാൻ ഈ റൂമല്ല, അറ അറ. അതെന്തെങ്കിൽ അന്തപുരം പറ. അറിയാണ് സാർ അറ. എടോ, റൂം പറയല്ല, ഒന്നാണോ? എനിക്ക് താൻ പറഞ്ഞു തരണ്ട. ഞാൻ പറയുന്നത് താൻ കേട്ടാ മതി. കല്ലിപ്പള്ളി എവനെ നാടകത്തിന്റെ കുളവാക്കുന്ന. ഈ അറയ്ക്കുള്ളിൽ വന്ന് സോറി നിന്റെ അന്തഃപുരത്തിൽ പ്രവേശിച്ച് സുഗതസുമതള്ള ശയ്യയിൽ നിന്നെ ആശ്ലേഷിക്കും. ആരുടെ ഡയലോഗിയാണ് പറയണത്? ഇതില്ലെങ്ങും ഇല്ലല്ലോ. ആരെഴുതിയത് നോക്കണേ. ഒരു കിഴങ്ങേശ്വരം. ഏത് നാടകത്തിലെ ഡയലോഗ് നോക്കിക്കോണേ. ഇപ്പോഴെങ്കിലും ഞാൻ പോയി വരട്ടെ. കണ്ടോ, ഇതുമാതിരി ചെയ്യണം. ദേവി. എന്താ നാഥ? ദേവി, കമാൺ സ്റ്റാർട്ട്. ഇത്ര ചെറുപ്പത്തിലെ ആരംഭിച്ചോളൂ എനിക്ക് സ്റ്റാർട്ടിംഗ് ടൈമിലൊക്കെ. വേഗം പറഞ്ഞു വിലക്ക്. ദേവി, അല്പം അകന്നിരിക്കെ. ഒന്ന് സഹകരിക്കുക എത്ര, അല്ലെങ്കിൽ അയാൾ പൊളിച്ച് ചെയ്ത പറയും. ദേവി, തൊടാതെ അഭിനയം വരില്ലടോ എനിക്ക്. അല്ല സർ, നിങ്ങളല്ലേ പറഞ്ഞത് ഞാൻ കാണിച്ചതുപോലെ ചെയ്യണമെന്ന്? ഷാടാം. അയാള് ചെയ്യണ പോലെ തനിക്ക് ചെയ്യാനാവുമോ? അയാളോട് എന്തിനു തർക്കിക്കണത്? വായ മൂടറോ കണാര. എടോ ഭയങ്കരേ, താനൊന്നും ഉണ്ടായിരിക്കുമോ? കൈമണി, താൻ എന്താണ് ഞാൻ ഇരിക്കുന്നത്? എന്തെങ്കിലും പറഞ്ഞു തുലയ്ക്ക്. ദേവി, ബോൾഡ് ആകട്ടെ. ഞാൻ നരകസഞ്ചാരം ചെയ്ത് വരട്ടെ പ്രേസി. എവിടുന്ന് വരുന്നടോ ഈ ശബ്ദം? പന്നി അമർന്ന പോലെ. ഒരു കാര്യം ചെയ്യേ, ഒരു മുന്തിരി എടുത്താളെ വായി കൊടുക്ക. എടോ, കൊടുക്കാൻ. എടോ ഗണേ, ഓരോന്ന് മാത്രം എടുക്ക്. ഇത് സീസൺ അല്ല ഇഷ്ടം പോലെ കിട്ടാൻ. ഇത് തീർന്നാലും വേറെ വല്ലതും വേണ്ടി വരും വായിലിടാൻ. എന്നെ ഏക ഇവിടെ വിട്ടിട്ട് അങ്ങ് മാത്രം പോകുന്ന പ്രഭു? എന്നെ മാത്രം ഏകയായി വിട്ട് നിങ്ങൾ മാത്രം തനിച്ചു പോകാമെന്ന്. എന്നെ മാത്രം നിങ്ങൾ എഴുതി വെച്ച മാതിരി പറയാൻ എന്താ ബൈബിളോ ഭഗവത്ഗീതയോ? മിണ്ടാതിരിക്കണോ. നിനക്ക് എന്ത് തോന്നുന്നു അങ്ങനെ പറഞ്ഞോ. ശരി, നിന്റെ വായിൽ വരുന്നത് പറഞ്ഞോ. അവളുടെ വായി വന്നാലും നന്നായിരിക്കുമെന്ന് ഞാൻ അന്നേ പറഞ്ഞതാ. നേരം പോകുന്നു, വേഗമാട്ടെ. അത് സാധ്യമല്ല എന്റെ പ്രേമത രംഗിണിയെ. എടോ,
ഫൂൾ പ്രേമതരംഗിണിയല്ല, പ്രേമതരംഗിണി. ഒരിത്തിരി മോഡുലേഷൻ കൊടുക്ക്. അത് സാധ്യമല്ലേ എന്റെ പ്രേമതരംഗിണിയെ? പഴയ പേപ്പർ കാലി ബാട്ടിൽ, പഴയ പേപ്പർ കാലി ബാട്ടിൽ എന്നെല്ലാം വിളിച്ചു പോയി പരിചയം ഉണ്ടല്ലോ. മോഡുലേഷൻ കൊടുത്ത് പറ. നോക്ക്, അത് സാധ്യമല്ലേ എന്റെ പ്രേമതരംഗിണിയെ? പറ നോക്കട്ടെ. ശരി സാർ, അത് സാധ്യമല്ല എന്റെ പ്രേമതരംഗിണിയെ. നിന്റെ കോടി എന്റെ ഹൃദയത്തിൽ വെച്ചുകൊണ്ടല്ലേ ഞാൻ ഇവിടെ നിന്ന് പ്രണാമം ആരംഭിക്കുന്നത്. ആ ചന്ദ്രാസ്തമയത്തിന് മുമ്പ് ഞാൻ ഈ അന്തഃപുരത്തിൽ വന്ന് നിന്നെ ഞാൻ ആനന്ദസാഗരത്തിൽ 6 അടിക്കും, 7 അടിക്കും, 8 അടിക്കും. ആഹാ, ആഹാ, കലക്കി കലക്കി. സബാഷ്. ഒറിജിനൽ ഒറിജിനൽ കറക്റ്റ്. ഞാൻ എഴുതി എന്ന് പറയണത്. ഗുഡ് ഗുഡ്, കറക്റ്റ്. പ്രൊസീഡ്. താങ്ക് യു. പോയി വരാൻ എനിക്ക് അനുമതി നൽകൂ എന്റെ പാടാത്ത പൈങ്കിളിയേ. മതിയോടെ നിർത്തിയിട്ട് പോ. മതി മതി, ഡയറക്ടർക്ക് മൂഡ് വന്നു. ഇനി പൊയ്ക്കാം. ഇനിയും ഡയലോഗ് ഉണ്ടായിരുന്നു. ഇനി ഇത്ര എഴുന്നേറ്റ് ചിത്രേ. സെക്സി ആയിട്ട് ഇരിക്കേ. ഓഡിയൻസിന് മൂഡ് വന്ന് ലഹരി പിടിക്കണം. എങ്ങനെയാ? ഓക്കേ. പൊങ്ങി പൊങ്ങി. ഇനി ഒന്ന് പെരുമാറും. ലവ്ലി ലവ്ലി, വെരി ഗുഡ്, ബ്യൂട്ടിഫുൾ ചിത്രേ. എന്റെ പൊന്നു മോളെ. എവിടെ കൂവൻ? മൂങ്ങേ, എടോ മൂങ്ങേ, മാസ്ക് ഇട്ടുകൊണ്ട് കൂവടോ, കൂവിക്കൊണ്ടേയിരി. അല്ലെങ്കിൽ തനിക്ക് എന്തിനാണോ മാസ്ക്? കണ്ടാൽ തന്നെ മൂങ്ങയെ പോലല്ലേ. റിഹേഴ്സൽ തുടങ്ങുന്നതിന് 2 മണിക്കൂർ മുമ്പ് പറഞ്ഞാൽ അതെന്നോട് മാസ്ക് എടുത്ത് വെക്കാൻ. വാടോ ഇവിടെ, വാടോ ഇവിടെ. താൻ ഇനി ഇവിടെ നിൽക്കുകയാണോ? വായിക്കോട്ടെ വായിക്കോട്ടെ. ഇപ്പൊ ഇവിടെ വന്ന് അവളുടെ കഴുത്തിന് പിടിച്ച് കുത്തി കൊല്ലണം. വളരെ ജെന്റിലായിട്ട് കൊല്ലണം. വെരി വെരി ജെന്റിലി. നീ ഇപ്പൊ മുഖം ഇങ്ങോട്ട് തിരിച്ചാ മോളെ. ഇപ്പൊ നിന്റെ മുഖത്ത് ഭയം കാണണം. കൊല ചെയ്യാൻ വന്നിരിക്കുകയാണ് അവൻ. ഇനി കഴുത്തിനിട്ട് കത്തിയെടുത്ത് കുത്തിക്കൊല്ല്. റിയലായിട്ട് കുത്തിയേക്കരുത്, ഇത് നാടകമാ. കുറ്റിയേക്ക് പറ്റണില്ല. അയ്യോ, എന്താ പറഞ്ഞത്? കുറ്റ എന്താണോ കണ്ണു കണ്ടൂടെ? കത്തി പിടിക്കാൻ ശരിക്കറിയില്ല. ഹീറോ ക്യാരക്ടർ കിട്ടിയില്ലെന്ന് പരാതി. നിങ്ങളെല്ലാം വെച്ച് നാടകം നടത്തുന്നല്ലോ ഞാന്. ഈ കത്തി കൊണ്ട് എന്നെ വേണം കുത്താൻ. ബ്രേക്ക്. 90 ആയപ്പോഴേ കുഴി കളഞ്ഞല്ലേ. ബ്രേക്ക് ബ്രേക്ക്. നിങ്ങളും വിട്ടേക്ക് ബ്രേക്ക്. ഇതെന്ത് ദരിദ്രല്ലോ. എല്ലാ ഡയലോഗ് അയാൾ പറഞ്ഞാൽ പിന്നെ അയാൾ അഭിനയിച്ചാ പോരെ. എടി കവിത, ഇനി ഡയറക്ടർ റൂമിൽ നിന്ന് വെളിയിൽ വരാൻ ചുരുങ്ങിയത് 1 മണിക്കൂറെങ്കിലും ആവും. അതിനുള്ളിൽ ആശുപത്രി പോയി ഡിന്നറിന് വരാൻ പറ്റില്ലെന്ന് പ്രയോട് പറഞ്ഞ് ആ വഴി നിന്റെ മോളെയും കണ്ടിട്ട് വരാം. എന്തോ ഡോർക്ക് ചിത്രയുടെ കയ്യിലല്ലേ? ഡയറക്ടർ മൂഡ് ഔട്ടായോ? അതെ അങ്കിൾ. അങ്കിളോ? ഇന്നെന്താ ഇത്ര ബഹുമാനത്തിൽ? ഞങ്ങൾ എപ്പോഴും അങ്ങനെയല്ലേ അങ്കിളിനെ വിളിക്കുന്നത്? അങ്ങനെയോ? ഇരുന്നോളൂ. ഇത് പിസ്റ്റളല്ല. ഹിറ്റ്ലർ ഉപയോഗിച്ചിരുന്ന നോ 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 നോ, ഇത് 9mm ലൂഗർ, മെയ്ഡ് ഇൻ ജർമ്മനി. ഇതുമാതിരി ഒന്ന് ലണ്ടൻ മ്യൂസിയത്തിലുണ്ട്. ഇതിന്റെ റേഞ്ച് എത്രയാണെന്നറിയാമോ? 200 അടി. കില്ലിംഗ് റേഞ്ച് 100 അടി. ഇനിയും 40-50 അടി വേണമെങ്കിലും ബുള്ളറ്റ് മേലെ പോയി താഴെ വന്ന് വീഴും. ഇയാളുടെ രാത്രി കേട്ട് ഇവിടെ ഇരുന്ന് നമ്മുടെ എല്ലാ പരിപാടിയും മുടങ്ങിയത് തന്നെ. ഒന്നുമില്ല. ഇത് .455 കോട്ട്, അമേരിക്കൻ മെയ്ഡ്. ഇത് ഇതിന്റെ മാഗസിൻ. ഇതിൽ 8 ബുള്ളറ്റുകൾ ലോഡ് ചെയ്യാം. ലോഡ് ചെയ്ത് കണ്ടിന്യൂസ് ആയി 8 ബുള്ളറ്റുകൾ ഫയർ ചെയ്യാൻ പറ്റും. അങ്കിൾ, നമ്മുടെ പോലീസുകാർ കയ്യെ കൊണ്ട് നടക്കുന്നുണ്ടല്ലോ, അതോ? അത് .303. അതിന്റെ റേഞ്ച് എത്രയാണെന്നറിയാമോ? 1000 യാർഡ്സ്. കില്ലിംഗ് റേഞ്ച് 500 യാർഡ്സ്. 50 അടി ദൂരത്തിൽ 6 ആളുകളെ ഓരോരുത്തരുടെ മുമ്പിൽ ഓരോരുത്തരായി നിർത്തി ഷൂട്ട് ചെയ്താൽ ബുള്ളറ്റ് 6ാമത്തെ ആളിന്റെ വയറ്റിൽ തറയ്ക്കും. ആരോ വയറ്റിൽ ചെന്തറയ്ക്കും? ഞാനാണ് ഷൂട്ട് ചെയ്തെങ്കിൽ ഉണ്ട് നിങ്ങളുടെ വയറ്റത്തിരിക്കും. പിന്നെ എന്താ തമാശ പറയാ? അങ്കിൾ, വളരെ അത്യാവശ്യമായി ഞങ്ങൾക്ക് പുറത്തു പോണം.
പുറകിലത്തെ വാതിന്റെ താക്കോലും തരുമോ? ഇതിനാണോ ഇത്രയും സോപ്പ്? ഗെറ്റ് ആരെയും പുറത്തുവിടാൻ സാധ്യമല്ല. ഡയറക്ടർ സ്ട്രിക്റ്റ് ആയി ഓർഡർ ഇട്ടിരിക്കുക. സാധ്യമല്ല. നിങ്ങൾ മനസ്സ് വെച്ചാൽ എന്താ അസാധ്യം? അർജന്റായി പുറത്തു പോണം. വേഗം പോയിട്ട് വേഗം വരാം പ്ലീസ് അങ്കിൾ. വളരെ അർജന്റാ? അതെ അങ്കിൾ, പ്ലീസ് അങ്കിൾ, പ്ലീസ് അങ്കിൾ. എനിക്കിതൊന്നും വേണ്ട. നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചു തരണം. ഡയറക്ടർ പറയുന്നതെല്ലാം കേൾക്കാനിരുന്നാൽ പിന്നെ എനിക്കെന്താ ജോലി? റൈറ്റ് അങ്കിൾ. വച്ചോ, വേഗം വരണം കേട്ടോ. മോസ്റ്റ് വെൽക്കം. നിൽക്ക്. നോക്ക്, ഞാൻ ഇനി സ്വല്പസമയത്തിനുള്ളിൽ വീട്ടിൽ പോകാൻ പോകുക. നിങ്ങൾ തിരിച്ചു വന്ന് വാതില് പൂട്ടിയിട്ട് താക്കോൽ ചുവരിലെ ആണിയിൽ തൂക്കിയിട്ടാ മതി. ഓക്കേ? ഓക്കേ. സ്റ്റോപ്പ്. നോക്കൂ പൊന്നുമക്കളെ, രാത്രി ആയാൽ നിങ്ങൾ വളരെ ജാഗ്രതയായിരിക്കണം. ഈ പിസ്റ്റൾ ഏതായാലും നിങ്ങൾ കയ്യിൽ വെച്ചു. വേണമെങ്കിൽ ഇതിലെ ബുള്ളറ്റ് എങ്ങനെ ഉപയോഗിക്കണമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. വരൂ 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 വരൂ. വേണ്ട, നമ്മൾ ആരെന്ത് ചെയ്യാനല്ലേ, നമ്മൾ വേഗം വരാം. ഈ കാലത്ത് പെമ്പിള്ളേർക്ക് ഭയമെന്ന് പറഞ്ഞാൽ എന്താണെന്നേ അറിയില്ല. ഗുഡ്, വെരി ഗുഡ്. എന്നാലും സേഫ്റ്റിക്ക് എല്ലാ പെണ്ണുങ്ങളും ഒരു .22 ഒരു .25 റിവോൾവറോ പിസ്റ്റളോ കയ്യിൽ വെച്ചുകൊണ്ട് നടക്കുന്നതല്ല. Come out. നോക്കിന്തോ, നിനക്ക് തന്നിരിക്കുന്ന ഓൺലി 5 minutes. വേഗം വന്നേക്കണം, ഇല്ലെങ്കിൽ ഡയറക്ടറുടെ ചീത്ത കേൾക്കേണ്ടി വരും. ഓക്കേ. എന്തോ അവന്റെ മുഖം കണ്ടില്ലേ, എത്ര ഭയങ്കരമായിരിക്കുന്നു. ഒരു കൊലയാളിയാണെന്ന് ഒറ്റ നോട്ടത്തിൽ അറിയാം. അവനൊരു മനോരോഗ കൊലയാളിന് സർ. ഇതുവരെ 5 പേരെ കൊല ചെയ്തിരിക്കുന്നു. മാനസിക അസ്വസ്ഥതയാണ് അതിന് കാരണമെന്ന അവന്റെ വക്കീലിന്റെ വാദം. അതിന് കോർട്ട് അവനെ എക്സാമിൻ ചെയ്യാനും ഫർദർ ട്രീറ്റ്മെന്റിന് വേണ്ടി നിങ്ങളുടെ അടുത്ത് അയച്ചിരിക്കുക. ഇൻസ്പെക്ടർ, അവൻ ഇതുവരെ കൊല ചെയ്തിട്ടുള്ളത് ആരെയൊക്കെയാ? ഐ മീൻ, അവൻ കൊല ചെയ്യാനുള്ള കാരണം എന്തെങ്കിലും കണ്ടുപിടിച്ചോന്ന്? പറയത്തക്ക കാരണങ്ങൾ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല. എല്ലാം മൃഗീയ കൊലപാതകങ്ങളായിരുന്നു എന്ന് മാത്രം പറയാം. ഒന്നിലേറെ കൊലകൾ ഒന്നിച്ചു ചെയ്യുന്നവരെ ജയിലിലേക്കല്ല, മെന്റൽ ഹോസ്പിറ്റലിലേക്കാണ് അയക്കേണ്ടതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്താ, കറക്റ്റ് അല്ലേ ഡോക്ടർ? That's right. Hi, what a surprise. വന്നേ. Inspector, meet Miss Indu. ഹലോ. ഹലോ. And she is Kavita. കൊള്ളാം, ഡുവൈറ്റ് ആയിട്ടാണല്ലോ വരവ്. എന്താ ടയർഡ് ആയതുപോലെ? ഡോക്ടർ, ഞാൻ വരട്ടെ. നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കും. See you. ഏയ്, എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നേ? ഇവരുടെ മകളെ കുറിച്ച് ഓർത്താ? നോക്ക്, നിങ്ങളുടെ കുഞ്ഞിന് യാതൊരു അസുഖവുമില്ല, സ്വല്പം വീക്കാണെന്ന് മാത്രം. 2 ദിവസം ഇവിടെ കഴിയട്ടെ. ശരി പ്രതാപ്. ഏതായാലും കവിതയെ കൂടി ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നത് വളരെ നന്നായി. കവിതാജി, നിങ്ങളും കൂടി എന്റെ ഡിന്നർ പാർട്ടിക്ക് വരണം. ഓക്കെ?
ഞാൻ വരുന്നതിരിക്കട്ടെ, നിങ്ങൾ തരുന്ന ഡിന്നറിന് നിങ്ങളുടെ ബർത്ത്ഡേ കാര്യം മിസ്സിംഗ്. എന്ത് ചോദിക്കേ. നേരോ? സോറി പ്രതാപ്, റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുക. റിഹേഴ്സലാ? എന്താ ഇത്ര അവിചാരിതമായി? ഞങ്ങളുടെ ഡയറക്ടറുടെ സ്വഭാവം നിങ്ങൾക്ക് അറിയില്ല. എപ്പോഴൊക്കെ മൂഡ് വരുന്നോ അപ്പോഴൊക്കെ ഫോൺ ചെയ്ത് റിഹേഴ്സലിന് വിളിക്കും. നാളെ ആണെങ്കിൽ ഒരു VIP ഷോ അറേഞ്ച് ചെയ്തിരിക്കുക. അതിന് ഇന്ന് രാത്രി മുഴുവൻ റിഹേഴ്സൽ ചെയ്യണം. അപ്പോ ഇന്ന് നിനക്ക് വരാൻ പറ്റില്ല, അത്രല്ലേ ഉള്ളൂ? സാരമില്ല, വിട്. ഇനിയൊരു ദിവസം ആകാമല്ലോ. കവിതാജി, അന്ന് നിങ്ങളും വരണം. ഷുവർ. ആ, ബൈ ദ വേ, you are 16 going on 17. A small gift. La 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 la. To my dear Indu with lots of love. Beautiful. Many happy returns of the day. Thank you. My pleasure. ഞങ്ങൾ വരട്ടെ. പിങ്കി കണ്ടിട്ട് പോയിക്കോളാം. ഓക്കെ? അപ്പോ ഞങ്ങൾ ഇറങ്ങട്ടെ. നിക്കേ, ഞാനും വരാം. ഹായ് മമ്മി. ഹായ് ഡാർലിംഗ്. ഹായ്. എങ്ങനെയുണ്ട് മോളെ? നന്നായിരിക്കുന്നു ആന്റി. അല്ല, കോമിക്സോ? ആര് തന്നോ? പ്രതാപങ്ങൾ തന്നതാ. പ്രതാപങ്ങൾ തന്നതാണോ? താങ്ക് യു പ്രതാപ്. പിങ്കി, നിന്റെ അസുഖം എല്ലാം ഭേദമായി. 2 ദിവസത്തിനകം വീട്ടിൽ പോകാം. അങ്കിൾ ഇതെന്നോട് നേരത്തെ പറഞ്ഞു. ആഹാ. മോളെ, എനിക്ക് റിഹേഴ്സൽ നേരമായി. ഞാൻ പോട്ടെ. ഉമ്മതാ, ആന്റിക്ക് ബൈ പറ. ബൈ ആന്റി. ബൈ പിങ്കി. ബൈ പിങ്കി. ബൈ മമ്മി. നാളെ എന്റെ ബർത്ത്ഡേ. എനിക്ക് ഓർമ്മയുണ്ട് മോളെ. നാളെ കാലത്ത് നീ കണ്ണു തുറക്കുമ്പോ ഈ അമ്മ നിന്റെ മുമ്പിലുണ്ടായിരിക്കും. സമ്മതിച്ചോ? ശരി. എനിക്ക് എന്ത് ഗിഫ്റ്റ് കൊണ്ടുവരും? അത് സസ്പെൻസ്. മമ്മി മമ്മി, നാളെ വരട്ടെ. ബൈ ബൈ. ടാറ്റാ. നടക്ക്. ടാറ്റാ. ടാറ്റാ. ആ, വേണമെങ്കിൽ ഞാൻ എന്റെ കാറിൽ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, കാർ കൊണ്ടുവന്നിട്ടുണ്ട്. നിന്റെ കാർ കൊണ്ടുവന്നോ? അപ്പം ബർത്ത്ഡേക്ക് ഡാഡി കാർ പ്രസന്റേഷൻ ചെയ്തോ? ഇല്ല, ഡാഡിയുടെ കാർ. ഡാഡിയുടെ കാറോ? യു മീൻ ദാറ്റ് ഓൾഡ് മോറിസ്? ഹേയ്, അത് കാറല്ല മോളെ, കോഴിക്കോട്. നമ്പർ എന്താണെന്നോ? MYM-007. പേര് മാത്രം ജെയിംസ് ബോണ്ടാ. ഓടുന്നത് ഒച്ചിനെ പോലെ, തകരടപ്പി. ദേ എന്റെ കാറിനെ പറ്റി കളിയാക്കലുണ്ടല്ലോ, എന്റെ സ്വഭാവം മാറും. അയ്യോ വേണ്ട എന്റെ മഹാറാണി, തെറ്റായി പോയി. സോറി. ഓക്കെ ഓക്കെ. എന്തോ ലേറ്റ് ആകുന്നു, നമുക്ക് പോവാം. പോണ മോളെ. അയ്യോ, മഴ പെയ്യുന്നല്ലോ എന്തോ. വെരി ഗുഡ്. മഴ വന്നാലെന്താ? മഴ കഴിഞ്ഞിട്ട് പോയ പോരെ. ഞങ്ങൾ ഇന്ന് നടന്നാ പോകുന്നേ. അത് മാത്രമല്ല, ഡ്രാമ തിയേറ്ററിലേക്ക് ഇവിടുന്ന് ഒരുപാട് ദൂരമൊന്നുമില്ല. സ്ലോ ആയിട്ട് പോയിക്കോളാം. സ്ലോവിലല്ല, പിന്നെ ഓടിയാ പോകുന്ന തുക്കട വണ്ടി. ഹേയ്, സൂക്ഷിച്ചു പോണം. നാളെ ഞാൻ ഫോൺ ചെയ്യാം. വേണ്ട, ഞാൻ തന്നെ ഫോൺ ചെയ്യാം. വാടി. വരട്ടെ പ്രതാപ്. ഓക്കെ. ഇന്ദു, പോകുമ്പോ റിസപ്ഷനിലുള്ളവരെ കൂടെ കണ്ടിട്ട് പോണം. നമ്മുടെ കല്യാണ സദ്യ കൊണ്ട് അവര് കാത്തിരിക്കുക. ഞാനും. ബൈ ബൈ. ബൈ. ഹായ് ഇന്ദു. ഹായ്. എന്താ ഇന്ദു, എപ്പോഴാ കല്യാണം? ഞങ്ങളെ കൂടെ വിളിക്കോ? നിന്നെ വിളിക്കാതിരിക്കോ? ഫസ്റ്റ് ഇൻവിറ്റേഷൻ നിനക്കാ. അതെ അതെ, ഫസ്റ്റ് ഇൻവിറ്റേഷൻ നിനക്ക് തന്നെയാ ചോദിക്കുന്നവരോടൊക്കെ പറയുന്നത്. ഹലോ. എന്താ മുഴുത്തര ഇളച്ചു പോയിരിക്കുന്നത്? കല്യാണാകാറായ പെണ്ണ് ബോഡിയെല്ലാം ഗ്ലാമറാക്കി സൂക്ഷിക്കണ്ടേ? അല്ല, അത് ഞാൻ അറിയാം. ഡയറ്റിംഗ് അല്ലേ? സ്ലിം ആകണമെന്ന് അവൻ പറഞ്ഞിരിക്കുവല്ലേ? സിസ്റ്റർ, അവന്റെ അടുത്ത് ചെല്ലുമ്പോ വളരെ സൂക്ഷിക്കണം. അവൻ എന്ത് ചോദിച്ചാലും പൊളൈറ്റായി ഉത്തരം പറയണം. 5 നിമിഷം കഴിഞ്ഞ് ഞാൻ തന്നിരുന്നില്ലേ ആ ഇഞ്ചക്ഷൻ കൊടുക്കണം. ഓക്കെ ഡോക്ടർ. പിന്നെ പ്ലീസ് ടേക്ക് കെയർ. ഓക്കെ.
അറ്റൻഡർ, വെളിയിൽ 2 പോലീസുകാരുണ്ടായിരുന്നല്ലോ, എവിടെ പോയി? ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പോഴാണ് പുറത്തേക്ക് പോയത്. ശരി, വാർഡ് നമ്പർ 16 പേഷ്യന്റിന് ഡ്രിപ്പ് കൊടുത്തോ? കൊടുത്തു. ആ, അവരുടെ ലാബ് റിപ്പോർട്ട് വന്നാൽ ഡോക്ടറെ ഏൽപ്പിക്കണം. ഓക്കെ? യെസ്. ഇരിക്കട്ടെ, എന്തു പറയുന്നു നിന്റെ വരൻ? വെറും കൈയോടെ അയച്ചോ അതോ? ഇത് പുള്ളി പ്രസന്റ് ചെയ്തത്. ആഹാ, വളരെ നന്നായിരിക്കുന്നു, വളരെ നന്നായിരിക്കുന്നു. ആ, അവൻ ബഹുമെടുക്കനാ. അവനെ കല്യാണം കഴിക്കുന്ന നീ ഭാഗ്യവതിയാ. നിങ്ങളുടെ 2 പേരുടെയും ചേർച്ച സ്വർണത്തിന് സുഗന്ധം പോലുണ്ട്. നിങ്ങളുടെ കല്യാണം ഭംഗിയായി നടന്നു കഴിഞ്ഞാൽ എന്റെ വലിയ ചുമതല കഴിഞ്ഞു. എന്തോ വടി പോകാം. എന്തോ ആര് പറഞ്ഞിട്ടാ പേര് മാറ്റിക്കളഞ്ഞത്? സുശീല എന്നുള്ള പേരിന് എന്ത് സംഭവിച്ചു? പേര് ഇല്ല, ഞാൻ പേര് മാറ്റിയതല്ല. എന്റെ വീട്ടിൽ എനിക്കിട്ട പേര് ഇന്ദു തന്നെയാ. അയ്യോ, നിങ്ങൾ ആരാ? ഞാൻ ആരാണെന്നാ ചോദിക്കുന്നത്? എന്ത് പറ്റി നിനക്കെന്ന്? ഇത്ര നാള് നന്നായിരുന്ന പെണ്ണിനെയല്ലോ ഞാൻ നിന്നെ കാണാനല്ലേ മോളെ വന്നത്. മോളെ സുശീലേ, ഞാൻ ഡോക്ടറാണെന്ന് കരുതിയോ? അല്ല, ഞാൻ എന്റെ അമ്മയാ. എന്തിനു വിടണം? എന്തിന്? ഇവള് എന്റെ മകളാ. വിടാൻ പറയാൻ നീ ആരാ? നീ നിന്റെ പണി നോക്കി പോയിക്കോ. വന്നിരിക്കുന്നൊരു മായാമോഹിനി. ആരെങ്കിലും എന്റെ മോളെ തൊട്ടാ കൊന്നറിയും ഞാൻ. സുശീലേ, എന്നെ വിട്ട് പോകാതെ മോളെ, എന്നെ തനിച്ചാക്കി പോകാതെ മോളെ. സുശീലേ, ഞാൻ പറയുന്നത് കേൾക്കും മോളെ. ഞാൻ നിന്റെ അമ്മയാ മോളെ. നീ എന്നെ വിട്ട് പോകരുതേ മോളെ. നീ പോയാ പിന്നെ എനിക്ക് ആരുണ്ട് മോളെ? നിനക്ക് ഞാൻ സ്വർണ്ണവളിയും കല്യാണപ്പുടവയും വാങ്ങിക്കൊണ്ട് വന്നതാണ് മോളെ. നീ എന്നെ വിട്ട് പോകരുത്. അവളെ പിടിച്ചുകൊണ്ട് പോകരുത്. അവളെന്റെ മകളാണ്. സോറി, നിങ്ങൾക്കൊന്നും സംഭവിച്ചില്ലല്ലോ? ഇല്ല. ആരാത്? അവർക്ക് എന്താ? അവരുടെ മകൾ സുശീല കല്യാണമാകുന്ന 2 ദിവസം മുമ്പ് കാർ ആക്സിഡന്റിൽ മരിച്ചുപോയി. അന്നു മുതൽ എങ്ങനെയായിപ്പോയി? 4-5 വർഷമായി. പാവം, വളരെ പാത്തറ്റിക് അല്ലേ? അതെ അതെ. ഇനി നമ്മൾ വേഗം പോയില്ലെങ്കിൽ അവരുടെ ഡയറക്ടറുടെ മുന്നിൽ നമ്മളുടെ സ്ഥിതി ഇതിനേക്കാൾ പാത്തറ്റിക് ആവും. വരൂ. വരുന്നുണ്ട്, പരിപാടിയും കഴിഞ്ഞ്. ചോദിക്കടാ, കുളിക്കാതെയാണോ സ്റ്റേജിൽ കയറുന്നത്? എടോ പൈങ്കിളി, എല്ലാരും റെഡിയായ ചോദിക്ക. കുളിക്കാൻ ചൂടുവെള്ളം ഉണ്ടാക്കട്ടെ, അതൊന്നേ ബാക്കിയുള്ളൂ. കമന്റ് അടിക്കാൻ റിഹേഴ്സൽ റെഡിയാ? അവരെല്ലാം റെഡി. നിങ്ങളല്ലേ വായി വരണത് പറയണത്. അതിന് ഞാൻ എന്താണോ എന്നെ ഏകയായി ഇവിടെ വിട്ടിട്ട് അങ്ങ് മാത്രം റെഡിയായെങ്കിൽ വരാൻ പറ. റെഡി റെഡി. നേരെ ഒരുപാടായി. എന്തൊക്കെ സംഭവിച്ചു? ഞാൻ പോയി അവിടുത്തെ പരിസ്ഥിതി എന്താണെന്ന് അറിഞ്ഞിട്ട് വരാം. എടി കവിതേ, എന്താ? താക്കോല് കാറിലുണ്ട്. മറക്കാതെ വരുമ്പോ അതോടെ എടുത്തിട്ട് വരണം. വേഗം. നഗരസഞ്ചാരത്തിന് പോയി വരട്ടെ. പ്രഭു, എന്നെ വിട്ടു പോകാതെ പ്രഭു. ഇന്നൊരു ദിവസം എന്റെ വാക്ക് കേൾക്കൂ. അഗാധ ദുഃഖം. ഇന്നെന്റെ മനസ്സാകെ കലുഷമാണ്. എന്റെ മനസ്സമാധാനത്തിന്റെ ലജ്ജാസുന്ദരിയെ ആരോ വസ്ത്രാക്ഷേപം ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നുന്നു പ്രഭു. എന്റെ ശരീരത്തിൽ ആവാതെ ചൂടും. ഏതോ തേൾ അരിച്ചരിച്ച് കേറുന്നത് പോലെ. ദേവി, പ്രഭു, എന്തിനാണ് ഈ വിനാശകാല വിപരീത ചിന്തകൾ? ഞാൻ ചെയ്ത് കാണിച്ചു തരാം, അതുപോലെ അങ്ങ് ചെയ്താ മതി. കണ്ടോ? എന്താ ഇത്? മഴ നനഞ്ഞ? നീ ഇപ്പൊ അയാളുടെ കണ്ണി പെടണ്ട. ആ പറങ്ങോടെ നിന്നെ പച്ചയ്ക്ക് പിടിച്ച് പറ്റിച്ചു കളയും. അയ്യോ, നീ എവിടെ ആയിരുന്നു ചോദിച്ചാ ഒന്നും പറയണ്ട.
വാ മൂടി മിണ്ടാതിരുന്നാ മതി. ഒന്ന് സ്റ്റൈലായിട്ടിരുന്ന് പറയടോ. സ്റ്റൈലായിട്ടൊന്ന് പിടിക്കേ. എന്തെന്ത് ഡയലോഗ് ഉണ്ടോ അത് മണിയായിട്ട് അങ്ങോട്ട് പറ. അയ്യോ Darling. കവിത എവിടെ? Baby. നാഥ. Baby. ഓ നാഥ. പ്രേമപൂർവ്വം വിളിച്ചുകൂടിയേ നാഥാന്ന്? മിസ്റ്റർ ഗണേഷ്, നാടകത്തിലെ ഡയലോഗ് ശരിക്കും പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരും. ശരി. അയ്യോ, ഹാൻഡ് ബാഗ് കാറിൽ വെച്ച് മറന്നുപോയിട്ട്. നന്നായിരിക്കുന്നു, ഇത് തട്ടിക്കോ. നാശം. നീ സമ്മതിച്ചാൽ എനിക്ക് ഓക്കേ. ഒടുക്കത്തെ കാറ് ഒടുക്കത്തെ ചാവി. കളിച്ച് കളിച്ച് മുറത്തി കയറി കൊത്തുന്നു. തനിക്കെന്താ ഞരമ്പ് രോഗമുണ്ടോ? പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലോ താൻ? ഇല്ല സാർ. എന്താ മഹാറാണി, പൈങ്കിളിയുടെ അടുത്ത് എന്താ കുമ്പസരിക്കുന്നത്? അകത്തേക്ക് വാ. തൊലച്ച് ചെല്ല് ചെല്ല്. നിന്നോടാ പറഞ്ഞത് അകത്തേക്ക് വരണം. വെളിയിൽ മഴയുണ്ടായിരുന്നു, നനഞ്ഞു പോയി പാവം. പൈങ്കിളി ഔട്ട്. എനിക്ക് മനസ്സിലാവും. സോ മഴ നനഞ്ഞു വന്ന മഹാറാണി മഹാരാജാവ് അന്തപ്പുരത്തിലിരിക്കുമ്പോ നീ കാറുമെടുത്ത് നഗരസഞ്ചാരത്തിന് പോയിരിക്കായിരുന്നു. റിഹേഴ്സൽ തീരും വരെ ആരും പുറത്തു പോകരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? എന്നോട് പറ, ഇങ്ങോട്ട് നോക്ക്. നിന്നോടാ ചോദിക്കുന്നത്. നീ എവിടെയായിരുന്നു? അത് വന്ന് ഇവിടെ അടുത്തെന്താ? ഒരു ഫ്രണ്ടിനെ കാണാൻ. ഷാടാ. നാടകം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കാർക്കും ഒരു സീരിയസ്നെസ് ഇല്ല. ദിസ് ഈസ് മൈ ലാസ്റ്റ് വാർണിംഗ്. ഇനി ഒരു പ്രാവശ്യം കൂടി ഇത് ആവർത്തിച്ചാൽ ഞാൻ ഇവിടെ ഒന്ന് പുറത്താക്കും. വയ്ക്കോ. മഴ നനഞ്ഞു വന്നതല്ലേ, വസ്ത്രങ്ങളെല്ലാം മാറ്റി വാ. പിന്നെ നിന്റെ ആ ഫ്രണ്ട് ഉണ്ടല്ലോ കവിത, അവളോട് വസ്ത്രം മാറ്റി വരാൻ പാ. നീ ആദ്യം വാ. മുണ്ടാണ്ട് പോയാൽ പൊളിച്ചു കയറി നിനക്ക് കേൾക്കേണ്ടി വരും. അല്ല, ആണുങ്ങളെല്ലാം ഇവിടെ ഇരിക്കുമ്പോ ഈ രണ്ട് പെമ്പിള്ളേര് മാത്രം വെളിയിൽ പോയി എന്തെടുക്കാനാ? ഇവിടെ ഇടാനാണല്ലോ പറഞ്ഞത്. അവള് ഡ്രസ്സ് മാറാൻ പോയി കാണും. കവിതേ, കവി എവിടെ പോയോ എന്തോ. ഫാന്റാസ്റ്റിക്. ദിസ് ഈസ് ദി സ്പിരിറ്റ്. ഇതേ മൂഡ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ആക്ട് ചെയ്യണം. മനസ്സിലായല്ലോ? എടോ പോകാൻ, നീ അവിടുന്ന് വാ. അവിടുന്നാണ് എൻട്രി. എടോ പോവാൻ, വേഗം വാ. വേഗം വാ. ഒന്ന് വരാനേ എത്ര നേരം എടുക്കും? നാടകം എപ്പോ നടത്തും? എൻട്രി എങ്കിൽ ഒന്ന് വേഗം ആക്കണോ? അവിടെ എന്തെടുക്കുക? വേഗം വിളിച്ചോണ്ട് വാ. നീ കഴുത്തിന് പിടിച്ച അമർത്തി അങ്ങോട്ട് പോകണം. ഓടി അവിടെ കഴുത്തിന് പിടിച്ച് അമർത്തണോ? എത്ര നേരം പറയണം? എന്താ ഇത്ര സമയം? വാടോ കുമാ, നിന്നോട് പോകാറാവുന്നു. വാടോ കുമാ, കഴുത്തിനങ്ങോട്ട് പിടിക്കേ. ഇത്രയും മുഖത്ത് ഭയം വരണ്ടേ? എന്താണ് നോക്കുന്നത്? ഇത്ര ചിരിക്കാതെ കത്തിയെടുക്കണോ? കുത്താൻ നോക്കി നിൽക്കാ. കുത്തണോ? കുത്ത്. അവരവിടെ കുത്തിക്കളഞ്ഞേ. ചിത്രേ. ഓ മൈ ഗോഡ്. ഗണേഷ്, വെളിയിൽ നിൽക്കുന്ന കാർ സ്റ്റാർട്ട് ചെയ്യേ. വേഗമാട്ടെ, ഞാനിവിടെ ആശുപത്രി കൊണ്ടുപോട്ടെ. ആശേ, പോയി പോലീസിന് ഫോൺ ചെയ്യേ. ഓ ചിത്രേ.
പതുക്കെ. ചിത്രേ. ചിത്രേ. വാച്ച്മാൻ, ചിത്രേ. ചിത്രേ. സാർ സാർ, മെയിൻ ഡോർ പൂട്ടിക്കിടക്കിയ. വാച്ച്മാനും വീട്ടിൽ പോയി. ടെലിഫോൺ വയറോടെ കട്ടായിരിക്കുന്നു. സാർ, താക്കോൽ ചിത്രയുടെ കയ്യിൽ സാർ തന്നെയല്ലേ കൊടുത്തത്? ചോദിച്ചേ. What? ചിത്രേ, താക്കോൽ എവിടെ വെച്ചിരിക്കുന്നു? താക്കോൽ എവിടെ ചിത്രേ? പ്ലീസ്, എവിടെ വെച്ചു? പറയൂ. പറയൂ ചിത്രേ, പ്ലീസ്. താക്കോൽ എവിടെ ചിത്രേ? ഇവിടെ വെച്ചു. പ്ലീസ് പറയൂ ചിത്രേ. പറയൂ, എവിടെ വെച്ചു? പ്ലീസ് പറയൂ ചിത്രേ. പറയൂ. എന്താണ് നീ ചെയ്തത്? രവി, ആ, എവിടെ? എന്ത് പറ്റി? എല്ലാരും എഴുന്നേക്ക്, ഇല്ലെങ്കിൽ ഇനി ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. അതിന് മുമ്പ് നമുക്ക് രക്ഷപ്പെടണം. എഴുന്നേൽക്ക്. അങ്ങോട്ട് പോകാം. എഴുന്നേൽക്കൂ. ആ കടവ് പൂട്ടി നിൽക്കുക. എങ്ങോട്ട് പോകും നമ്മൾ? നോക്ക്, നമുക്ക് ആദ്യം അവിടെ മേക്കപ്പ് റൂമിൽ പോവാം. അപ്പൊ നമുക്ക് ഒന്നും ചെയ്യിക്കാന്ന് വരൂ. വരൂ, എല്ലാം എഴുന്നേൽക്കും. നമുക്ക് നമ്മുടെ രക്ഷ നോക്കണ്ടേ? എല്ലാവരും എണീക്കണം സാർ, എല്ലാവരും സാർ, എണീക്കണം സാർ, എണീക്കണം. എഴുന്നേൽക്കും സാർ. ഞാൻ വരുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ എല്ലാവരും വരൂ സാർ. എഴുന്നേൽക്കും. നമുക്ക് ഒന്നും ചെയ്യിക്കാം. ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും അപകടം പിടിച്ചാ. വരൂ സാർ, വേഗം വേഗം എണീക്ക്. എളുപ്പം പോ. വാ, വേഗം വാ. വാ. ഈ മഴയത്തൊന്നും മുള്ളാനും സാധിക്കുന്നില്ല. ഓട്ടത്തിനകത്ത് മഴയിൽ നനഞ്ഞിരിക്കല്ലേ, ഒന്നും അറിയില്ല. എടാ പുഷ്പാങ്കത, ആ, ഈ മഴ നിൽക്കുന്ന ലക്ഷമില്ല. അവൻ തന്നെ നിൽക്കുമ്പോ നിൽക്കട്ടെ, ഇല്ലെങ്കിൽ അവന്റെ ഇഷ്ടം. അതിരിക്കട്ടെ, നീ ആ പൂക്കാരി പെണ്ണിന് എത്ര പണം കൊടുത്തു എന്ന് പറ. ഒരു 10, അല്ല, 20, അല്ലേ അല്ല, 30. കള്ള കഴിവേലിടാ മോനെ. നീ ആ പെണ്ണിന്റെ മടിയിൽ തലയും വെച്ച് ഉച്ചയ്ക്ക് കിടന്നുറങ്ങും ഞാൻ കണ്ടതല്ലേ. അത് ഈ ബിൽഡിംഗ് ആരുടെയാ? അല്ല സർ, അപ്പോ ആ കൂമന്റെ മുഖം മൂടി വെച്ചത് അവനാര്? ആരോ എന്തിനോ നമ്മളെ ഓരോരുത്തരെയും കൊല്ലാനിരിക്കുക. ആശ എവിടെ? അവിടെ അവിടെ ആരോ വാതില്. ആശേ, മിസ്റ്റർ പത്മനാഭൻ, നോ. അവള് വീണ്ടും കഥ നോക്കട്ടെ. ആശേ, എടാ രംഗ, ആരോ പെണ്ണുങ്ങൾ അകത്ത് കരയുന്നത് വരെ ശബ്ദം കേൾക്കുന്നല്ലോ. ആ ഇടിവെട്ടുന്ന ശബ്ദമാണ് ചുമ്മാതിരി ശല്യം. വിവരം കെട്ടവന്, പെണ്ണുങ്ങൾ കരയുന്നത് ഇടിവെട്ടുന്നത് ഒരുപോലെയാണോടാ?
ഇന്ദു കരയാതെ കുട്ടി വരൂ. നിങ്ങൾ ആ വഴിച്ചല്ലേ, ഞാൻ പുറകിലൂടെ വരാം. ശരി ചെല്ലേ. അയ്യോ സാർ, ഞാനും ഒന്നും ആയില്ല, ധൈര്യമായി പ്ലീസ്.
എടി, എന്നെ കണ്ടാൽ കൊലയാളിയാണെന്ന് തോന്നുന്നു. നീ ഒരുത്തി കാരണമാണ് ഞാൻ ഈ കൊലയൊക്കെ ചെയ്തത്. Ah!